ജോഗ്രാഫ് മെഡിറ്റേഷനിലേക്ക് സ്വാഗതം. വേർപാടിൻ്റെ ദുഃഖം സ്നേഹത്തിൻ്റേത് കൂടിയാണ്. ഈ മെഡിറ്റേഷനിലൂടെ നിങ്ങളുടെ ഹൃദയത്തിന് ആഴത്തിൽ ആശ്വാസം ലഭിക്കാൻ പോവുകയാണ്. ദീർഘമായി ശ്വാസം അകത്തേക്കെടുക്കുക, ഹോൾഡ് ചെയ്യുക. വളരെ സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക. പതിയെ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ഷോൾഡറുകൾ തളർത്തിയിടുക. സാവധാനത്തിൽ ശ്വാസം അകത്തേക്ക് വലിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. നിങ്ങൾ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളെ ആശ്വസിപ്പിക്കാൻ, നിങ്ങളെ സ്വാന്തനിപ്പിക്കാൻ ശക്തിയുള്ള കരങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്ന് നിങ്ങൾ ഹൃദയത്തോട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഉള്ള സമയമാണിത്. നിങ്ങളുടെ ഹൃദയത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി നമുക്ക് കേൾക്കാം. നമുക്ക് ധ്യാനത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ശരീരം പൂർണ്ണമായും റിലാക്സ് ചെയ്യാം. ഓരോ അവയവങ്ങളും പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നത് അയഞ്ഞ് നിങ്ങൾക്ക് തീരെ ഭാരമില്ലാകുന്നതായി നിങ്ങൾ ഫീൽ ചെയ്യുക. സാവധാനത്തിൽ നിങ്ങളുടെ ഹൃദയം പറയട്ടെ, നിങ്ങളെ വേർപിരിഞ്ഞു പോയ ആ പ്രിയപ്പെട്ട വ്യക്തിയിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വലിയ ആ കാര്യം എന്താണ്? അവർ നിങ്ങളെ ജീവിതത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച് എന്താണ് പഠിപ്പിച്ചത്? ഇപ്പോൾ അവർ നിങ്ങളുടെ മുമ്പിൽ വരികയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അവരോട് എന്താണ് പറയാനുള്ളത്? പതിയെ താഴ്ന്ന സ്വരത്തിൽ ഇടറിയ ചുണ്ടുകളോടും കണ്ടത്തോടും അത് പറയാം. സാവധാനത്തിൽ ശ്വാസം അകത്തേക്ക് വലിക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. ദുഃഖത്തിൻ്റെയും വേർപാടിൻ്റെയും വേദനയുടെയും നടുവിൽ നിങ്ങൾക്ക് നന്ദി പറയാൻ എന്തെങ്കിലും ഉണ്ടാകില്ലേ? അല്ല, ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാകില്ലേ? ഒരു 3 കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. നിങ്ങളെ ഈ ദുർഘട സമയത്ത് സഹായിച്ചവർ, ആശ്വസിപ്പിച്ചവർ, കരുതിയവർ, കൂടെയിരുന്നവർ, സന്തോഷിക്കാൻ സഹായിച്ചവർ, ഇങ്ങനെ നിങ്ങൾക്ക് നന്ദിയുടെ വാക്കുകൾ, കടപ്പാടിൻ്റെ ധ്വനികൾ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഓർക്കാം. അവരുടെ സ്നേഹത്തിന് നന്ദി, അവരുടെ സമയത്തിന് നന്ദി, നല്ല ഓർമ്മകൾക്ക് നന്ദി. നിങ്ങളെ വേർവിട്ടു പോയ ആൾ നിങ്ങൾക്ക് നൽകിയ സ്നേഹത്തിനും കരുതലിനും ആശ്വാസത്തിനും സഹായത്തിനും എല്ലാം നന്ദി പറയാം. നന്ദി, നന്ദി, നന്ദി. നിങ്ങളുടെ ഹൃദയം ആഴത്തിൽ വേദനിക്കുന്നുണ്ട്.
എന്നാൽ നിങ്ങളുടെ ജീവിതം അസ്തമിച്ചിട്ടില്ല. എൻ്റെ ദുഃഖത്തെ ഞാൻ അംഗീകരിക്കുന്നു. അത് ആഴത്തിലുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. മുൻവിധികൾ ഇല്ലാതെ ഞാൻ ഇത് മനസ്സിലാക്കുന്നു. ദുഃഖവും സ്നേഹവും ഒരേ സമയത്ത് ഞാൻ പേറുകയാണ്. ഞാൻ ഒന്നും മറക്കാൻ ശ്രമിക്കുകയല്ല. എൻ്റെ ഓർമ്മകൾ വേദനയില്ലാതാക്കുവാൻ ഞാൻ പരിശ്രമിക്കുകയാണ്. ഞാൻ സൗഖ്യം പ്രാപിക്കുന്നു. ഞാൻ ആശ്വാസം പ്രാപിക്കുന്നു. നിങ്ങൾ പറയുക. ഞാൻ സ്നേഹം അനുഭവിക്കുന്നു. ഞാൻ കരുതൽ അനുഭവിക്കുന്നു. ഞാൻ ആശ്വാസം അനുഭവിക്കുന്നു. ഞാൻ സന്തോഷം അനുഭവിക്കുന്നു. I'm sorry, please forgive me. I thank you and I love you. I'm sorry, please forgive me. I thank you and I love you. അല്പസമയം നിങ്ങൾ ഒരു സാങ്കല്പിക ലോകത്തേക്ക് പോവുക. ഒരു പ്രഭാതത്തിൽ നിങ്ങൾ ഒരു പൂന്തോട്ടത്തിലൂടെ നടക്കുകയാണ്. സൂര്യൻ ഉദിച്ചുയർന്ന മനോഹരമായ പ്രകാശം എങ്ങും പരന്നിരിക്കുന്നു. പ്രകാശരശ്മികൾ നിങ്ങളുടെ മുഖത്തും നിങ്ങളുടെ തലയിലും പതിക്കുന്നുണ്ട്. നിങ്ങൾ മുന്നോട്ട് നടക്കുമ്പോൾ അതാ അകലെ ഒരു ബെഞ്ചിൽ ആരോ ഇരിക്കുന്നു. അയാൾ നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുകയാണ്. അതെ, അത് അയാൾ തന്നെയാണ്. നിങ്ങളെ വിട്ടുപോയ, നിങ്ങൾ സ്നേഹിച്ച, നിങ്ങൾ ഏറ്റവും കരുതിയ ആ വ്യക്തി തന്നെ. അദ്ദേഹം ഒരു ചെറു പുഞ്ചിരിയോടെ നിങ്ങളെ മാടി വിളിക്കുകയാണ്. പതിയെ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് നടന്നു ചെല്ലാം. ഒരു പുഞ്ചിരിക്കുന്ന ഹൃദയത്തോടെ. തുടിക്കുന്ന മനസ്സോടെ നിങ്ങൾക്ക് അടുത്തേക്ക് ചെല്ലാം. അദ്ദേഹം നിങ്ങളുടെ കയ്യിൽ പിടിച്ച് ആ ബെഞ്ചിൻ്റെ അടുത്ത് ഇരിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. അവിടെ ഇരിക്കാം. പരസ്പരം മുഖത്തോട് മുഖം നോക്കാം. പുഞ്ചിരിക്കാം. നിങ്ങൾക്ക് എന്താണ് ആ വ്യക്തിയോട് ഇപ്പോൾ പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ നിശബ്ദമായി മുഖത്തോട് മുഖം നോക്കി നിൽക്കാം. നമുക്ക് തിരിച്ചു വരാം. തൽക്കാലത്തേക്ക് അദ്ദേഹവുമായി യാത്ര പറഞ്ഞ് നമുക്ക് വീണ്ടും വരാം. ദീർഘമായി ശ്വാസം അകത്തേക്കെടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശാന്തമായി കണ്ണുകളെ തുറക്കുക.